ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. 2024-25 സീസൺ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പകുതി ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി ആയിരുന്നു. അക്കാര്യത്തിൽ വലിയ വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഏതായാലും റോഡ്രിയുടെ പിൻഗാമിയായിക്കൊണ്ട് ആരായിരിക്കും അടുത്ത ബാലൻഡിയോർ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ബാലൻഡിയോറിൻ്റെ പവർ റാങ്കിങ് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. 15ാം സ്ഥാനത്ത് വരുന്നത് സ്പോർട്ടിംഗ് CPയുടെ വിക്ടർ ഗോക്കേറസ് ആണ്. അദ്ദേഹം ഈ സീസണിൽ 36 ഗോളുകളും 9 അസിസ്റ്റുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് ഈ ഒരു സ്ട്രൈക്കർ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 14ാം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ ബുക്കയോ സാക്ക വരുന്നു. 9 ഗോളുകളും 13 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ ഒരു ഇംഗ്ലീഷ് സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 13ാം സ്ഥാനത്ത് അന്റോയിൻ ഗ്രീസ്മാനാണ് വരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനമാണ് ഗ്രീസി ഇപ്പോൾ പുറത്തെടുക്കുന്നത്. 11 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 12ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം സീസണിൻ്റെ തുടക്കത്തിൽ മോശം പ്രകടനമായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ട്രാക്കിലായിട്ടുണ്ട്. 8 ഗോളുകളും 9 അസിസ്റ്റുകളും ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കി. അതുപോലെ തന്നെ യുവേഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും അദ്ദേഹം റയലിനോടൊപ്പം കരസ്ഥമാക്കിയിട്ടുണ്ട്. 11ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് ആണ് വരുന്നത്. 25 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസന്റെ ഫ്ലോറിയാൻ വിഡ്സ് വരുന്നു. 15 ഗോളുകളും 11 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം DFL സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് കോൾ പാൽമർ ആണ് വരുന്നത്. ചെൽസിക്ക് വേണ്ടി മാസ്മരിക പ്രകടനം അദ്ദേഹം നടത്തുന്നു. 11 ഗോളുകളും 6 അസിസ്റ്റുകളും ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കി. അതുപോലെ തന്നെ 8ാം സ്ഥാനത്ത് ബയേണിന്റെ ഇംഗ്ലീഷ് സൂപ്പർ സ്ട്രൈക്കറായ ഹാരി കെയ്ൻ വരുന്നു. 23 ഗോളുകളും 9 അസിസ്റ്റുകളും ഹാരി കെയ്ൻ നേടിയിട്ടുണ്ട്. 7ാം സ്ഥാനത്തേക്ക് എത്താൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 14 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം ഈ സീസണിൽ സ്വന്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം യുവേഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്താണ് FC ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ ലാമിൻ യമാൽ വരുന്നത്. 6 ഗോളുകളും 13 അസിസ്റ്റുകളും നേടിയ യമാൽ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5ാം സ്ഥാനത്തും മറ്റൊരു ബാഴ്സ താരമാണ് റോബർട്ട് ലെവൻഡോസ്കി. 24 ഗോളുകളും 4 അസിസ്റ്റുകളും ലെവ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 4ാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഇപ്പോൾ ബയേണിന്റെ ജമാൽ മുസിയാലക്ക് കഴിഞ്ഞിട്ടുണ്ട്. 16 ഗോളുകളും അതുപോലെ തന്നെ 9 അസിസ്റ്റുകളും മുസിയാല ഈ സീസണിൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം റാഫീഞ്ഞയെ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 3ാം സ്ഥാനത്താണ് റാഫീഞ്ഞ വരുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സീസൺ ആണ് ഇത് എന്ന് അവകാശപ്പെടേണ്ടി വരും. 20 ഗോളുകളും 10 അസിസ്റ്റുകളും ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനീഷ്യസ് ജൂനിയർ മറ്റൊരു ബ്രസീലിയൻ താരമാണ്. 2ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ആ ഒരു ബാലൻഡിയോർ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 14 ഗോളുകൾ 10 അസിസ്റ്റുകൾ യുവേഫ സൂപ്പർ കപ്പ്, ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നിവയൊക്കെയാണ് ഇപ്പോൾ വിനീഷ്യസിന്റെ നേട്ടം. 1ാം സ്ഥാനത്ത് ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ മാന്ത്രികനായ മുഹമ്മദ് സലായാണ് വരുന്നത്. അസാധാരണമായ പ്രകടനമാണ് സല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 ഗോളുകളും 15 അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കാൻ സലാക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിറകിലേറിക്കൊണ്ട് ഇപ്പോൾ ലിവർപൂൾ പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും കുതിക്കുകയാണ്. ഏതായാലും ഇത്തവണ ആരായിരിക്കും ഈ ഒരു ബാലൻഡിയോർ നേടുക എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.